സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ജീവനില്ലാത്ത ജീവികൾ അല്ലെങ്കിൽ സോംബികൾ നമ്മുടെ തെരുവുകളിലേക്ക് ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും? കേൾക്കുമ്പോൾ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ കഥ പോലെ തോന്നാം. എന്നാൽ ലോകത്തിന്റെ മറുപുറത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിലെ തെരുവുകളിൽ ഇതൊരു ക്രൂരമായ യാഥാർത്ഥ്യമാണ്. മനുഷ്യരെ ജീവനുള്ള സോംബികളാക്കി മാറ്റുന്ന ഒരു മാരക ലഹരി മരുന്ന്, സോംബി ഡ്രഗ് അഥവാ ട്രാങ്ക്. അടുത്ത കാലത്തായി ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലും ഈ സോംബി ഡ്രഗ് എത്തിക്കഴിഞ്ഞു എന്ന രീതിയിൽ ചില വാർത്തകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ശരിക്കും ഇന്ത്യയിൽ സോംബി ഡ്രഗ് എത്തിയോ? എന്താണ് ഈ മാരക ലഹരി? നമുക്ക് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ സോംബി ഡ്രഗ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നല്ല. ഇതിന്റെ ശാസ്ത്രീയ നാമം സൈലാസിൻ എന്നാണ്. കുതിര, പശു തുടങ്ങിയ വലിയ മൃഗങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തുമ്പോഴും മറ്റും അവയെ അബോധാവസ്ഥയിലാക്കാൻ മൃഗ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വീര്യം കൂടിയ ഒരു മരുന്നാണിത്. പിന്നെ എങ്ങനെ ഇത് മനുഷ്യരിലേക്ക് എത്തി? ലഹരി മാഫിയകൾ അവരുടെ ലാഭം കൂട്ടാൻ വേണ്ടി ഹെറോയിൻ, ഫെന്റാനിൻ തുടങ്ങിയ മാരക ലഹരി മരുന്നുകളിലേക്ക് ഈ മൃഗസംഹാരിയായ സൈലാസിൻ കൂടിക്കലർത്തി വിൽക്കാൻ തുടങ്ങി. ഇതിനെയാണ് തെരുവിൽ ട്രാങ്ക് അല്ലെങ്കിൽ സോംബി ഡ്രഗ് എന്ന് വിളിക്കുന്നത്. ഈ മരുന്ന് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ശരിക്കും ഭീതിജനകമാണ്. സ്വന്തം ശരീരത്തിന്മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടും. സിനിമയിലെ സോംബികളെ പോലെ മണിക്കൂറുകളോളം ഒരേ നിൽപ്പ് നിൽക്കുകയോ ശരീരം പാതി ഒടിഞ്ഞതുപോലെയോ തെരുവിൽ നിൽക്കുകയോ ചെയ്യും. അതുപോലെ തന്നെ ഈ മരുന്ന് ശരീരത്തിലെ രക്തയോട്ടം കുറയ്ക്കും. ലഹരി കുത്തിവെക്കുന്ന ഭാഗങ്ങളിലെയും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെയും തൊലിയും മാംസവും ജീവനോടെ ചീഞ്ഞു പോകാൻ തുടങ്ങും. മുറിവുകളിൽ പുഴുക്കൾ അരിച്ചു കയറുന്ന അവസ്ഥ വരും. ഈ ഭീകരരൂപം കൊണ്ടാണ് ഇതിനെ സോംബി ഡ്രഗ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബംഗളൂരുവിലും ചണ്ഡീഗഡിലും മുംബൈയിലുമൊക്കെ ആളുകൾ റോഡരികിൽ വിചിത്രമായി നിൽക്കുന്ന വീഡിയോകൾ വന്നിരുന്നു. ഇന്ത്യയിലും സോംബി ഡ്രഗ് എത്തി എന്ന പേരിൽ ഇത് വലിയ രീതിയിൽ പ്രചരിച്ചു. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നോക്കാം. ഇതിനെക്കുറിച്ച് നമ്മുടെ അന്വേഷണ ഏജൻസികളും പോലീസും കൃത്യമായ അന്വേഷണം നടത്തി. ബംഗളൂരുവിൽ വൈറലായ വീഡിയോയിൽ ആൾ സോംബി ഡ്രഗ് ഉപയോഗിച്ചതല്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. കടുത്ത രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം മദ്യം കൂടി കഴിച്ചത് മൂലമുണ്ടായ ശാരീരിക തളർച്ചയായിരുന്നു അത്. അതുകൊണ്ട് നിലവിൽ ഇന്ത്യയിൽ ഔദ്യോഗികമായി ഈ സോംബി ഡ്രഗ് വലിയ തോതിൽ പിടിച്ചെടുക്കുകയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് നമുക്ക് തൽക്കാലം ആശ്വാസം തരുന്ന കാര്യമാണ്. പക്ഷേ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതി നമുക്ക് സമാധാനിച്ചിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ ഒരു വലിയ വിപണിയാണ്. അന്താരാഷ്ട്ര ലഹരി സംഘങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇത് നമ്മുടെ നാട്ടിലേക്കും എത്തിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാമോ? സാധാരണ ലഹരി മരുന്നുകൾ ഓവർലോഡ് ആയാൽ അതിന് പ്രതിവിധിയായി നാലോക്സോൺ എന്ന ആന്റിഡോട്ട് നൽകാറുണ്ട്. എന്നാൽ സോംബി ഡ്രഗ് ഒരു ഒപ്പിയോയിഡ് അല്ലാത്തത് കൊണ്ട് ഇതിന് വിപണിയിൽ ഒരു ആന്റിഡോട്ട് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ ചെന്നാൽ മരണം സുനിശ്ചിതമാണ്. കൂടാതെ പലരുടെയും കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ടിയും വരും. ഇനി ഇതിനെ ചെറുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മൃഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വിപണനം സർക്കാർ കടുത്ത നിരീക്ഷണത്തിലാക്കണം. ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ സൈലാസിൻ വിൽക്കാൻ അനുവദിക്കരുത്. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ തരം സിന്തറ്റിക് ഡ്രഗുകളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം വീഡിയോകൾ കൃത്യത ഉറപ്പുവരുത്താതെ ഷെയർ ചെയ്ത് ഭീതി പടർത്താതിരിക്കുക. ലഹരി നമ്മുടെ തലമുറകളെയാണ് ഇല്ലാതാക്കുന്നത്. ഭയപ്പെടുകയല്ല, മറിച്ച് ജാഗ്രതയാണ് വേണ്ടത്.